അനന്തരാവകാശം കിട്ടിയ വലിയ മഹാനുഭാവന് ഒരു മാസം വരുമ്പോൾ ദിക്റിന്റെ എണ്ണം ഒന്ന് കണക്കുകൂട്ടി നോക്കൂ. എത്ര ലക്ഷങ്ങളാണ് അവരുടെ ജീവിതത്തിൽ അവർ ചൊല്ലിത്തീർത്തത്. സുബ്ഹാന മൻ ജല്ല ജലാലുഹു. ദിക്ർ അധികരിപ്പിക്കണം. ആമുഖമായി ഞാൻ ഒരു വിഷയം പറയുന്നതിന്റെ മുമ്പ് നിങ്ങളോട് പറയുന്നത്, സ്വർഗത്തിലെത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്റാണ് നിസ്കാരാനന്തരമുള്ള ദിക്ർ. ഒരിക്കലും അത് വിട്ടേക്കരുത്. നിസ്കാരം കഴിഞ്ഞിട്ട് ചൊല്ലുന്ന ദിക്ർ മുഴുവനും കാണാതെ പഠിക്കണം. 110 ദിക്റല്ല ഞാൻ പറയുന്നത്, അതിന്റെ മുമ്പും ദിക്റുണ്ട്. അസ്തഗ്ഫിറുല്ലാഹ് 3 തവണ ചൊല്ലണം. അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹൽ അലീം അൽ ഖദീം അൽ കരീം അർ റഹീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അങ്ങനെ ഒരു റിപ്പോർട്ടിലുണ്ട്. വേറെ ഒരു റിപ്പോർട്ടിൽ അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ മിൻ കുല്ലി ദംബിൻ വ ഖതീഅത്തിൻ വഅതൂബു ഇലൈഹി വഅസ്അലുഹു തൗബ. അല്ലാഹുമ്മ അൻതസ്സലാം വ മിൻകസ്സലാം ഹയ്യിനാ റബ്ബനാ ബിസ്സലാം വഅദ്ഖിൽനാ ദാറസ്സലാം തബാറക്ത റബ്ബനാ വതആലൈത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅതീത ولا معطي لما منعت ولا راد لما قضيت ولا مبدل لما حكمت ولا ينفع ذا الجد منك الجد ولا حول ولا قوة إلا بالله العلي العظيم. لا إله إلا الله ولا نعبد إلا إياه له النعمة وله الفضل وله الثناء الحسن. لا إله إلا الله مخلصين له الدين ولو كره الكافرون. اللهم إني على ذكرك وشكرك وحسن عبادتك. ബിസ്മീൻ ചൊല്ലി ആയത്തുൽ കുർസി. ഇത് ചൊല്ലുന്നിടത്ത് നമ്മളെ മഹാന്മാരായ ആൾക്കാരിങ്ങനെ 1-ാം സഫിൽ 2-ാം സഫിൽ ഇരിക്കുമ്പോൾ ഒന്ന് ഫോട്ടോ എടുത്തു നോക്കണ്ടി, നാളെ പോയിട്ട് മേപ്പോട്ട് നോക്കിയിരിക്കുന്നുണ്ടാവും കുറെ എണ്ണം. അക്സറുന്നാസ്. ഞാൻ പറഞ്ഞ തെറ്റാണ്, നിങ്ങൾ എന്നെ വിളിച്ചോണ്ട് വിളിച്ചേക്കണം, എന്നെ വിളിച്ചേക്കണം. ഉസ്താദ് പറഞ്ഞ ശരിയല്ല, ഈ പള്ളിയിൽ എല്ലാവരും ചൊല്ലുന്നുണ്ട്, അങ്ങനെ എനിക്കൊന്ന് കാണണം. അതിനാണ് ഈ ചൊല്ലിയത് മുഴുവനായി ചൊല്ലിക്കാൻ മൈക്കൊടുത്ത് തന്നെ കിട്ടില്ല, അത് വേറെ വിഷയം. പഠിക്കണം സഹോദരങ്ങളെ. വേറെന്തെല്ലാം വിക്രസുകൾ വക്രതകൾ പഠിക്കുന്നുണ്ട് നമ്മളെ തടി സലാമത്താക്കാൻ എന്തെല്ലാം അടവ് പഠിക്കലുണ്ട്. ഒരു ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ എന്തെല്ലാം പഠിക്കലുണ്ട്. പഠിക്കൽ ആവശ്യമില്ലാത്തൊക്കെ കുത്തി നിറച്ച് എത്ര പഠിക്കലുണ്ട് നമ്മളൊരു നഫ്സിയായ കാര്യത്തിന് വേണ്ടി. ഇത് ദീനിയും ദുന്യവിയും ഉഖ്റവിയും ഒക്കെ ഉൾപ്പെട്ട കാര്യമാണ്. ചൊല്ലുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന്, ആത്മാവിന്, കുടുംബത്തിന്, നമ്മുടെ ഹയാത്തിന്, നമ്മുടെ മൗത്തിന്, നമ്മുടെ ആഖിറത്തിന് എല്ലാം ബാധിക്കുന്ന വിഷയമാണ് ഈ ദിക്ർ. പഠിച്ചിരിക്കണം. അറിയാത്തവർ ഇരുന്ന് പഠിക്കന്നെ വേണം. ഞാൻ ഈ ചൊല്ലിയതുപോലെ ചൊല്ലണം. ഹദീസിൽ വന്ന ഈ ദിക്റുകൾ ഇങ്ങനെ തന്നെ ഒരുമിച്ച് കൂട്ടിയാണ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പൂർണ്ണമായി നിസ്കാരത്തിന്റെ ദിക്റുകൾ പൂർണ്ണമായി സമഗ്രമായി ഒരുമിച്ച് കൂട്ടി പഠിപ്പിച്ചത് ഇർഷാദുൽ ഇബാദിലാണ്. ഫത്ഹുൽ മീനിലും പറഞ്ഞത് അങ്ങനെയാണ്. നിസ്കാരത്തിന്റെ ദിക്ർ ഞാൻ പൂർണ്ണമായി പറഞ്ഞിട്ടുണ്ട് ഫീ കിതാബി ഇർഷാദുൽ ഇബാദ്. എൻ്റെ ഇർഷാദുൽ ഇബാദ് എന്ന കിതാബിൽ അവിടെ നിങ്ങൾ പൂർണ്ണമായി നോക്കുക. അതാണ് ഈ ചൊല്ലിയത്. ലാമാനി അലിമാഴത്തേത്തവരൊക്കെ കുറെ ആൾക്കാർ ചൊല്ലി, പിന്നെ അങ്ങോട്ട് ആരും ചൊല്ലുന്ന കാണുന്നില്ല. ബാക്കി ചൊല്ലിയതുണ്ട്, അതും പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ ദിക്ർ ചൊല്ലാതെ പോകുന്ന പരിപാടി ഉണ്ടോ? ഇല്ല. ഒരു ദിവസം അസ്റിന് സലാം വീട്ടിയിട്ട് അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്ർ ചൊല്ലിയിട്ട് പെട്ടെന്ന് അവിടുന്ന് മിഹ്റാബിന്ന് എഴുന്നേറ്റു. എന്നിട്ട് വീട്ടിലേക്ക് പോയി. സ്വഹാബത്തിനൊക്കെ ഒരു അത്ഭുതമായി. കാരണം ഇങ്ങനെ ഉണ്ടാകാറില്ല. കൂട്ടി നോക്കിയാൽ അങ്ങനെ ഉള്ളൂല്ലേ നമ്മളവിടെ.
അങ്ങനെ ഉള്ളൂ, തിരിച്ചില്ല. ജുമാ നിസ്കാരത്തിലാണെങ്കിൽ കൂടുതൽ തിരക്ക്. ജുമാ നിസ്കാരത്തിന്റെ അന്ന് ഓരോരുത്തരുടെ പെരടിയിലൊക്കെ വരുന്ന ഇബിലീസിന്റെ പേര്, ഇബിലീസ് 1, 2, 10 കണക്കൂട്ടിയാ പോരാ, ഒരു കൊട്ട ഇബിലീസ് ഉണ്ട് എന്ന് പറയണം. കാരണം സലാം വീട്ടാനിരിക്കാണ് ചൂടുള്ള വാറയിൽ നിന്ന് എണീറ്റ് ഓടുമ്പോൾ ഓടാൻ. ഒരു 10 മിനിറ്റ് നേരം ഒരു സുബ്ർ ചെയ്യാൻ കഴിയില്ലെങ്കിൽ നമ്മൾ വരാനിരിക്കുന്ന നിമിഷങ്ങളിലൊക്കെ എങ്ങനെ സുബ്ർ ചെയ്ത് നേരിടും സഹോദരങ്ങളെ? പ്രതിസന്ധി പൂർണമായ സമയങ്ങളാണ് ജീവിതത്തിൽ വരാനുള്ളത്. അപ്പൊ സുബ്റോടെ ഹിമ്മത്തോടെ നേരിടാൻ കഴിയണമെങ്കിൽ ദിക്ർ എന്ന് പറയുന്ന മധുരം നാവിന് പച്ച പിടിക്കണം. ഏറ്റവും നല്ല അമലായി പറഞ്ഞപ്പോഴും പറഞ്ഞില്ലേ, വലിസാനുക റത്ബുൻ ബിദിക്രില്ലാഹ്, നിന്റെ നാവ് അള്ളാഹുവിന്റെ ദിക്ർ കൊണ്ട് പച്ച പിടിക്കണം. നിസ്കാരാനന്തരമുള്ള ദിക്ർ സ്വർഗത്തിലേക്ക് പോകാനുള്ള ദിക്റാണ്. ആയത്തുൽ കുർസി കഴിഞ്ഞിട്ട് പിന്നീട് സഹോദരങ്ങളെ 33 സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ, ഒരു പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീതുഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, 10 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ്, 110 ദിക്ർ. അത് ചൊല്ലുന്ന ആൾക്കാരില്ലാത്തതുകൊണ്ടാണ് പഴയ കാലത്ത് സുന്നികൾക്ക് അങ്ങനെ ഒരു പേരുണ്ടായിരുന്നു. ഇതൊക്കെ ദായിമായി ചെല്ലുന്നതുകൊണ്ട് ഇപ്പൊ ആ പേര് പറയല്ല. ഈ ദിക്റൊക്കെ അങ്ങനെ നിത്യം ചെല്ലുന്നതുകൊണ്ട് വന്ന പേരാണത് അല്ലേ. ഒരു 110 സുന്നി, അതിപ്പോ പറയാൻ പറ്റിയ ആൾക്കാർ കുറവാ. കാരണം ചൊല്ലുന്നവര് കുറവായതുകൊണ്ട് വെറുതെ പേരെടുത്തൊരു കാര്യമല്ലല്ലോ. ഒരു 5 നേരം ഈ ദിക്ർ ചൊല്ലുമ്പോഴേക്ക് ആ 110 എന്നുള്ള എണ്ണം ഒന്ന് കണക്കൂട്ടി നോക്കൂ എത്ര വന്നു. പക്ഷെ അങ്ങനെ ഒരു തർത്തീബായിട്ട് ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷം തുടരെയായിട്ട് കൂട്ടാണ്ടോ? അങ്ങനെ കൂട്ടാൻ കഴിയില്ല ഉസ്താദെ. അതൊക്കെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികളുണ്ട്. ഏത് പ്രതിസന്ധി വന്നാലും ഒരു 5 മിനിറ്റ് നീ ദിക്റിന് വേണ്ടി ശരീരത്തെ ഒന്ന് പിടിച്ചിരുത്തണം, ഒന്ന് തപസ്സിരിക്കാൻ കഴിയണം. എന്നാൽ വലിയ വിജയങ്ങൾ ജീവിതത്തിൽ സമ്മാനിക്കാൻ കഴിയും. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താ മോനെ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൽ എഴുന്നേറ്റ് പോകാത്ത സന്ദർഭത്തിൽ ഒരു ദിനം അങ്ങനെ എഴുന്നേറ്റ് പോയി. കുറച്ചു നേരം കഴിഞ്ഞ് മിഹ്റാബിലേക്ക് തന്നെ തിരികെ വന്നു. ഇരുന്നിട്ട് ഈ ദിക്ർ ചൊല്ലി. സ്വഹാബത്തിന്റെ മുഖത്ത് ആശങ്ക കണ്ടപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഞാൻ എഴുന്നേറ്റ് പോയ വിഷയത്തിൽ നിങ്ങൾക്ക് വിഷമം തോന്നിയോ? പെട്ടെന്ന് നിസ്കാരം കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റ് പോയത്, സലാം വീട്ടിയ ഉടനെ എൻ്റെ മനസ്സിൽ ഒരു ഓർമ്മ വന്നു. സലാം വീട്ടിയപ്പോൾ നേരത്തെ വീട്ടിൽ ഒരു സ്വർണ്ണക്കട്ടി ലഭിച്ചിരുന്നു. അത് ഇനിയും വിതരണം ചെയ്യാൻ വൈകിയാൽ സാധുക്കൾക്ക് കിട്ടാൻ വൈകുമല്ലോ. അതൊന്ന് വിതരണം ചെയ്യാൻ വേണ്ടി പറയാൻ പോയതാണ്. ആയിഷ റളിയല്ലാഹു അൻഹയോട് ആ വിവരം പറഞ്ഞ് ഞാൻ തിരികെ വന്നതാണ്. അവിടെ തന്നെ വന്നിരുന്ന് ദിക്ർ ചൊല്ലി. മഹാന്മാര് പറയുന്നു, നിസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങൾ നടന്നു പോവുകയാണെങ്കിലും ദിക്ർ ചൊല്ലണം, സുന്നത്ത് നഷ്ടപ്പെടൂല. ഏറ്റവും ഉചിതം അവിടെ തന്നെ ഇരുന്ന് ചൊല്ലലാണ്. ഒരു പക്ഷേ അതിന് സാധ്യമായില്ലെന്ന് വന്നു എന്ന് കൂട്ടിക്കോളൂ, ആ നടത്തത്തിൽ ചൊല്ലണം, വിടരുത്. പോകുന്ന പോക്കിൽ നമ്മൾ ചൊല്ലണം. വാഹനത്തിലാണോ യാത്ര ചെയ്യുന്നത്, ഒരു കൈ കൊണ്ട് നമ്മൾ എണ്ണം പിടിച്ചുകൊണ്ട് ആ ദിക്റിന്റെ എണ്ണം പൂർത്തിയാക്കണം. അങ്ങനെ അത് ജീവിതത്തിൽ പതിവായി കൊണ്ട് നടക്കേണ്ട ദിക്റാണ്, വിടാതെ സൂക്ഷിക്കേണ്ട ദിക്റാണ്.